ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് സദ്യ പരിപ്പ് കറി ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ചട്ടിയിലിട്ടിട്ട് നന്നായി ചൂടാക്കുക. നല്ല ചൂടായിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പരിപ്പ് ചൂടാറി കഴിഞ്ഞു. ഇനി നമുക്കത് കഴുകി വൃത്തിയാക്കാം. കഴുകിയ പരിപ്പ് നമുക്ക് വെള്ളത്തിലിട്ട് വേവിക്കാം. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് തേങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി. ഈ തേങ്ങ ചെറുതായി നുറുക്കിയിട്ട് മിക്സിയിലിട്ടുണ്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മിക്സിയിൽ തേങ്ങ ഇട്ടു, കുറച്ച് ജീരകം ഇട്ടു, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതിട്ടിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം. പരിപ്പ് നല്ല വെന്തിരിക്കണം. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് നന്നായി വഴറ്റുക. ഉള്ളി നല്ല മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് ഈ പരിപ്പ് കറിയിലേക്ക് നമുക്കിത് ഒഴിക്കാം. ഏത് സദ്യക്ക് പോയാലും നമുക്ക് ആദ്യം പരിപ്പ് കറി നെയ്യും കൂട്ടിയിട്ടാണ് നമ്മൾ ചോറുണ്ട ഫസ്റ്റ്. ഇത് സദ്യയുടെ സ്റ്റാർട്ടറാണ്, നല്ല ടേസ്റ്റുമാണ്.
പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും കൂട്ടിയിട്ട് ചോറുണ്ടാവും. അതിനു മുന്നേ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.